കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ഉത്തരകാണ്ഡം 7-ാം സർഗം നമ്മൾ 23-ാമത്തെ ശ്ലോകം ചെയ്തു. അപ്പോൾ അതിൽ അതായത് സീതയോടുകൂടി യാഗശാലയിൽ പ്രവേശിച്ച വാത്മീകി അവിടെ അവരുണ്ട്, ശുഗാൻ കുട്ടികളും ഉണ്ട്, ലവനും കുശനും ഉണ്ട്. അങ്ങനെ യാഗശാലയിൽ പ്രവേശിച്ചിട്ട് വാൽമീകി രാമനോട് ഇപ്രകാരം പറഞ്ഞു എന്ന് പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്. അപ്പോൾ ഇനി വാൽമീകിയുടെ വാക്കുകൾ നമുക്ക് കാണാം. 24 വായിക്കാം. ഇയം ദാശരഥേ സീതാ സുവ്രതാ ധർമ്മചാരിണി അപാപാതേ പുരാത്യക്ത മമാശ്രമസമീപതഃ ലോകാപവാദഭീതേന ത്വയാ രാമമഹാവനേ. ദാശരഥേ രാമ, ഹേ ദശരഥപുത്രനായിട്ടുള്ള രാമ, ലോകാപവാദഭീതേന ത്വയാ, ലോകാപവാദം ഭയന്നിട്ട് അങ്ങയാൽ, പുരാ മുമ്പേ, മഹാവനെ ആ മഹത്തായിട്ടുള്ള വനത്തിൽ, മമ ആശ്രമസമീപതഃ എൻ്റെ ആശ്രമസമീപത്തിൽ, ത്യക്ത്വ ത്യജിച്ചപ്പെട്ടവളും, അപാപ പാപമില്ലാത്തവളും, ധർമ്മചാരിണി ധർമ്മം മാത്രം അനുസരിക്കുന്നവളും, സുവ്രത ശോഭനമായ വ്രതം എടുക്കുന്നവളും ആയ തേ സീത ഇയം അങ്ങയുടെ സീതയാകുന്നു ഇവൾ. അങ്ങനെയാണ് വാൽമീകി പറഞ്ഞത്. നോക്കൂ എന്താ പറഞ്ഞത്. ഹേ ദശരഥപുത്രനായിട്ടുള്ള രാമ, കുറച്ചു കാലം മുമ്പ് അങ്ങ് ലോകാപവാദത്തെ ഭയപ്പെട്ടിട്ട് കൊടുങ്കാട്ടിൽ അങ്ങയാൽ ത്യജിക്കപ്പെട്ട, അപ്പോൾ ഹേ ദശരഥപുത്രനായിട്ട് രാമ, അങ്ങ് കുറച്ചു കാലം മുമ്പ് ലോകാപവാദം ഭയപ്പെട്ടിട്ട് അങ്ങയാൽ എൻ്റെ ആശ്രമത്തിന് സമീപമുള്ള ആ കൊടുങ്കാട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട ഈ സീത ഉണ്ടല്ലോ, പാപമില്ലാത്തോളെന്ന് മാത്രമല്ല ധർമ്മത്തിൽ നിന്നും ഒരിക്കലും വ്യതിചലിക്കാത്ത മഹാപതിവ്രതയായിട്ടുള്ള ഒരു സ്ത്രീയാണ് എന്നാണ് വാൽമീകി ആദ്യം പറഞ്ഞത്. ഇയം ഇങ്ങനെ കുറച്ച് കുറ്റപ്പെടുത്തുന്ന പോലെയാണ്, അങ്ങയാൽ ഉപേക്ഷിക്കപ്പെട്ട കൊടുങ്കാട്ടിൽ എന്നൊക്കെ പറഞ്ഞു അല്ലേ. ഇയം ദാശരഥേ സീതാ സുവ്രതാ ധർമ്മചാരിണി അപാപാതേ പുരാത്യക്ത മമാശ്രമസമീപതഃ ലോകാപവാദഭീതേന ത്വയാ രാമമഹാവനേ. 25. പ്രത്യയം ദാസ്യതേ സീതാ തദനുജ്ഞാതുമർഹസി ഇമൗ തു സീതാതനയാ വിമൗ യമളജാതകൗ സുതൗ തു തവ ദുർധർഷൗ തഥ്യമേതദ്ബ്രവീമി തേ. സീത പ്രത്യയം ദാസ്യതേ അതായത് വിശ്വസിക്കാൻ തക്കവണ്ണമുള്ള ശപഥത്തെ ചെയ്തു. തദ് അനുജ്ഞാതും അർഹസി അതിനെ അനുവദിക്കാൻ അങ്ങുന്ന അർഹനാണ്. ഇമൗ തു ഇവരാകട്ടെ സീതാതനയൗ സീതയുടെ പുത്രന്മാരാണ്. ഇമൗ യമളജാതകൗ ഇവർ ഇരട്ടപ്പെട്ടവരാണ്, ഒന്നിച്ച് ഇരട്ടപ്പെട്ട കുട്ടികളാണ്. യമളജാതകൗന്ന് അതായത് ഇരട്ടപ്പെട്ടവരാണ്. ദുർധർഷൗ തവസുതൗ അതായത് ആരാലും ആക്രമിക്കപ്പെടാൻ കഴിയാത്ത അങ്ങയുടെ ഈ പുത്രന്മാര് ഏതത്ത് തഥ്യം ദേ ബവീമി ഇത് സത്യമെന്ന് ഞാൻ അങ്ങയോട് പറഞ്ഞു. ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണ്. അതായത് അങ്ങയ്ക്ക് വിശ്വാസം ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ശപഥം അത് ചെയ്യണം എന്നല്ലേ പറഞ്ഞത്. സീതയെ കൊണ്ടുവരൂ, സീത ശപഥം ചെയ്യട്ടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ടെന്നാണല്ലോ ശ്രീരാമൻ പറഞ്ഞത്. അപ്പോൾ അതിന് വിരോധമില്ല പറയണം. അങ്ങയ്ക്ക് അതായത് ശ്രീരാമഭഗവാന് വിശ്വാസം ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്ത് ശപഥം വേണമെങ്കിൽ ചെയ്യാൻ സീത ഒരുക്കാണ്. അതിന് അവളെ അങ്ങ് അനുവദിക്കണം. ഈ 2 പേര് ഇരട്ടപ്പറ്റുണ്ടായിട്ടുള്ള സീതയുടെ പുത്രന്മാരാണ്. ബാക്കി ആരാലും ജയിക്കപ്പെടാൻ കഴിയാത്ത പരാക്രമശാലികളായിട്ടുള്ള ഇവർ അങ്ങയുടെ പുത്രന്മാരാണ്. അതുകൂടി ഞാൻ പറഞ്ഞുതരാം. മറ്റാരുമല്ല, അങ്ങയ്ക്ക് സീതയിലുണ്ടായ പുത്രന്മാരാണ്.
ഇത് സത്യമാണെന്ന് ഞാൻ പറഞ്ഞത് മുഴുവൻ ശരിയാണ്. അതായത് സീത എന്താ വേണ്ടച്ച ശപഥം ചെയ്യും അങ്ങ് പറയണ പോലെ ഇത് സീതയുടെ പുത്രന്മാരാണ്, അങ്ങയ്ക്ക് സീതയിൽ ഉണ്ടായ പുത്രന്മാരും ആണെന്ന് ഞാൻ ഇത് ശപഥം ചെയ്യണു എന്നും പറഞ്ഞു. സോറി, അങ്ങയ്ക്ക് സീതയിൽ പുത്രന്മാരാണ് ഞാൻ ഇത് സത്യവാക്ക് പറയുന്നു എന്നും പറഞ്ഞു കേട്ടോ. പ്രത്യയം ദാസ്യതേ സീത തദനുജ്ഞാതുമർഹസി ഇമൗ തു സീതാ തനയാ വിമൗ യമളജാതകൗ. യമളജാതകം വെച്ചാൽ ഒരേ സമയത്ത് ജനിച്ചവർ, അതായത് ഇരട്ട പെറ്റവരെ. സുതൗ തു തവ ദുർധർഷൗ തഥ്യമേ തദ്ബ്രവീമിതേ. ഇനി 26. പ്രചേതസോഹം ദശമപുത്രോ രഘുകുലോദ്വഹ അനൃതം ന സ്മരാമ്യുക്തം യഥേമൗ തവ പുത്രകൗ രഘുകുലോദ്വഹ. ഹേ രഘുകുലശ്രേഷ്ഠ, അഹം ഞാൻ പ്രചേതസിൻ്റെ ദശമഹ പുത്ര 10ാമത്തെ പുത്രൻ അന്യതമുക്ത കളവ് പറഞ്ഞതായിട്ട് ന സ്മരിക്കുന്നില്ല. ഇമൗ ഈ 2 പേർ തവ പുത്രകൗ അങ്ങയുടെ പുത്രന്മാർ യഥാർത്ഥം. അതായത് ഇത് അങ്ങയ്ക്ക് സീതയിലെ അങ്ങയ്ക്ക് സീതയിൽ ഉണ്ടായ പുത്രന്മാരൻ ആണെന്നുള്ളത് സത്യമാണെന്ന് പറയണേ. ഹേ രഘുവംശ ശ്രേഷ്ഠ, ഞാൻ പ്രചേതസിൻ്റെ 10ാമത്തെ പുത്രനാണ് ഞാൻ. അസത്യം പറഞ്ഞതായിട്ട് ഞാൻ അറിയുന്നില്ല. ഈ 2 ബാലന്മാർ അങ്ങയുടെ പുത്രന്മാരാണെന്ന് ഞാൻ സത്യമിട്ട് പറയുന്നു എന്ന് പറയും. പ്രചേതസ്സുകൾ ഒരിക്കലും അസത്യം പറയില്ല. അങ്ങനത്തെ പ്രചേതസ്സുകളുടെ 10ാമത്തെ പുത്രനാണ് ഞാൻ. പ്രചേതസ്സിൻ്റെ 10ാമത്തെ പുത്രനാണ് ഞാൻ. അപ്പോൾ ഞാനൊരു സത്യവും ഞാൻ പറയണത് ഒരിക്കലും അസത്യമാവില്ല. ഇത് അങ്ങയുടെ പുത്രന്മാരാണ് സത്യം എന്ന് പറയാണ്. പ്രചേതസോഹം ദശമപുത്രോ രഘുകുലോദ്വഹ അനൃതം ന സ്മരാമ്യുക്തം യഥേമൗ തവ പുത്രകൗ ബഹൂൻ വർഷഗണാൻ സമ്യക് തപശ്ചര്യാ മയാ കൃത നോപാശ്നീയാം ഫലം തസ്യ ദുഷ്ടേയം യതി മൈഥിലി. ബഹൂൻ വർഷഗണാൻ കുറേ വർഷങ്ങളിൽ മയ എന്നാൽ തപസ് ചെയ്തിട്ട് സമ്യക് കൃത നന്നായി ചെയ്യപ്പെട്ടു. ഞാൻ കുറേ വർഷങ്ങൾ വളരെ കഠിന തപസ് ചെയ്തു. ഇയം മൈഥിലി ഈ ജാനകി യതി ദുഷിച്ചവളാണെങ്കിൽ തസ്യാഹ അതിൻ്റെ തപശ്ചര്യയുടെ ഫലത്തെ എന്ന ഉപാശ്നീയം അത്ര ഞാൻ അനുഭവിക്കുന്നില്ല എന്ന്. അതായത് വാൽമീകിക്ക് സീത അത്ര പരിശുദ്ധ എന്ന് ഉറപ്പാണെന്ന് മാത്രമല്ല, പരിശുദ്ധ അല്ലാന്ന് ഈ ജാനകി ദുഷിച്ചവളാണെങ്കിൽ ഞാൻ എൻ്റെ തപസ്സിൻ്റെ ഫലം മുഴുവൻ ത്യജിക്കാൻ തയ്യാറാണെന്ന് അത്ര ജാനകി സപ്പോർട്ട് ചെയ്യാണ്. കുറച്ചൊരു ദേഷ്യത്തോടു കൂടി തന്നെയാണ് ശ്രീരാമനോട് പറയണത്. എന്താ പറയണേ, ഞാൻ ഒരുപാട് തപസ് ചെയ്തിട്ടുണ്ട്, എൻ്റെ ആ തപോഫലത്തെ മുഴുവൻ ഞാൻ ത്യജിക്കാൻ തയ്യാറാണ് ജാനകി ദുഷ്ടയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ജാനകി അത്ര പരിശുദ്ധയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്, അല്ലാത്ത പക്ഷം ഞാൻ എൻ്റെ തപസ്സിൻ്റെ ഫലത്തെ മുഴുവൻ ത്യജിക്കാൻ തയ്യാറാണെന്ന് വാൽമീകിയെ പറഞ്ഞു കേട്ടോ. ബഹൂൻ വർഷഗണൻ സമ്യക് തപശ്ചര്യാമയാ കൃത നോപാശ്നീയാം ഫലം തസ്യ ദൃഷ്ടേയം യതി മൈഥിലി. അതായത് ഞാൻ എത്രയോ കാലം തപസ് ചെയ്തു. ഈ സീതയ്ക്ക് ദോഷമുണ്ടെങ്കിൽ, സീത ദോഷവതിയാണെങ്കിൽ എൻ്റെ തപസ്സിൻ്റെ ഫലം ഞാൻ അനുഭവിക്കില്ല, ഞാൻ ത്യജിക്കാമെന്ന്. വാൽമീകി നൈവ മുക്തസ്തു രാഘവ പ്രത്യഭാഷത ഏവമേതൻ മഹാപ്രാജ്ഞ യഥാ വദസി സുവ്രത. വാൽമീകിയാൽ ഏവം മുക്ത രാഘവ ഇപ്രകാരം പറയപ്പെട്ട ശ്രീരാമൻ പ്രത്യഭാഷത മറുപടി പറഞ്ഞു. മഹാപ്രാജ്ഞ, ഹേ സുവ്രത, മഹാജ്ഞാനിയായിട്ടുള്ള വ്രതനിഷ്ഠയോടു കൂടിയിട്ടുള്ള മഹർഷേ, ഇത് യഥാവദസി ഏതുവിധം അങ്ങൊന്ന് പറയുന്നുവോ ഏവം ഇപ്രകാരം തന്നെ. അപ്പോൾ പറഞ്ഞു വാൽമീകി സീതയുടെ പരിശുദ്ധിയെപ്പറ്റി പറഞ്ഞത് കേട്ടിട്ട് വളരെ ആവേശത്തോടു കൂടി സീതയുടെ പരിശുദ്ധിയെപ്പറ്റി പറഞ്ഞു അല്ലേ വാൽമീകി. എൻ്റെ തപസ്സിൻ്റെ ഫലം ത്യജിക്കാൻ തയ്യാറാണെന്നുള്ളൂ അത് പറയുന്നത് കേട്ടിട്ട് രാമൻ പറഞ്ഞു വാൽമീകിയോട്, ഹേ പരമജ്ഞാനിയായിട്ടുള്ള താപസശ്രേഷ്ഠ, ഈ കാര്യം അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഞാൻ എഗ്രി ചെയ്യണമെന്ന് മറുപടി പറഞ്ഞു. വാൽമീകിനൈവ മുക്തസ്തു രാഘവ പ്രത്യഭാഷത
ഏവമേതൻ മഹാപ്രാജ്ഞ യഥാവദസി സുവ്രത. 29. പ്രത്യയോ ജനിതോ മഹ്യം തവ വാക്യൈരകിൽബിഷൈഃ ലങ്കായാമഭിദത്തോ മേ വൈദേഹ്യ പ്രത്യയോ മഹാൻ ദേവാനാം പുരതസ്തേന മന്ദിരേ മൽപ്രവേശിത തവ അകിൽബിഷൈഃ വാക്യൈഃ. അങ്ങയുടെ ഈ ദോഷമില്ലാത്ത വാക്കുകളാൽ മഹ്യം എനിക്ക് പ്രത്യേക ജനിത എനിക്ക് വിശ്വാസം തോന്നുന്നുണ്ട്. ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു അങ്ങയുടെ വാക്കിൽ. അങ്ങിപ്പോൾ പറഞ്ഞ വാക്കുകളിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. വൈദേഹിയാൽ സീതയാൽ ലങ്കായാം അഭി ലങ്കയിലും ദേവനാം പുരത ദേവന്മാരുടെ മുമ്പാകെ മഹാൻ പ്രത്യയ മഹത്തായ വിശ്വാസം ദത്തഹ ദാനം ചെയ്യപ്പെട്ടു. അതായത് ലങ്കയിൽ വെച്ചിട്ടും വിശ്വാസത്തിന് വേണ്ടി അഗ്നി പരീക്ഷ ചെയ്തു. അഗ്നിപരീക്ഷയ്ക്ക് വന്നു. സീത സമ്മതിച്ചു. തേന അതുകൊണ്ട് മന്ദിരത്തിൽ മൽപ്രവേശിത എന്നാൽ പ്രവേശിപ്പിക്കപ്പെട്ടു. അപ്പോൾ എന്താ പറഞ്ഞ വെച്ചാൽ അങ്ങയുടെ ഈ എനിക്ക് അങ്ങ് സീതയെപ്പറ്റി പറഞ്ഞ പരിശുദ്ധ വാക്യങ്ങളിൽ വിശ്വാസമുണ്ടായിരിക്കുന്നു, വിശ്വാസം തോന്നുന്നുണ്ട്. ലങ്കയിൽ വെച്ചും സീത ദേവന്മാരുടെ മുമ്പാകെ ഇതുപോലെ അഗ്നിപരീക്ഷയ്ക്ക് വിധേയയായിട്ട് എനിക്ക് വിശ്വാസം നൽകി. അതുകൊണ്ടാണ് അന്ന് അഗ്നിപരീക്ഷയ്ക്ക് വിധേയമായിട്ട് അതിൽ ജയിച്ചപ്പോഴാണ് എനിക്ക് വിശ്വാസമായി. ദേവന്മാരുടെ മുമ്പ് വെച്ച് ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ സീതയെ അയോധ്യയിലേക്ക് പ്രവേശിപ്പിച്ചത് തന്നെ. ഒരു പ്രാവശ്യം എനിക്ക് വിശ്വാസം അഗ്നിപരീക്ഷ കൊണ്ട് അവൾ നൽകി. അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്, ഇങ്ങോട്ട് കൊണ്ടുവന്നു അയോധ്യയിലേക്ക്. പ്രത്യയോ ജനിതോ മഹ്യം തവ വാക്യൈരകിൽ ബിഷൈഃ ലങ്കായാമഭിദത്തോ മേ വൈദേഹ്യ പ്രത്യയോ മഹാൻ ദേവാനാം പുരതസ്തേന മന്ദിരേ മൽപ്രവേശിത. 30. സേയം ലോകഭയാത് ബ്രഹ്മൻ അപാപാപി സതീ പുരാ സീത മയാ പരിത്യക്ത ഭവാം സ്ഥൽ ഛന്തുമർഹതി. അപാപാപി അവൾ ഒരു പാപമില്ലാത്തവളാണെങ്കിലും അല്ലെങ്കിൽ ഒരു അശുദ്ധിയും ഇല്ലാത്തവളാണെങ്കിലും പാപം പരിശുദ്ധയാണെങ്കിലും സതീ ഇയം സീത പതിവ്രതയായിട്ടുള്ള ഈ സീത ലോകഭയാത് ലോകത്തിൽ നിന്നുള്ള അപവാദ ഭയത്താൽ മയാ പരിത്യക്ത ഞാൻ പരിത്യജിച്ചു. ലോകാപവാദം ഭയന്നിട്ടാണ് ഞാൻ ത്യജിച്ചത്. ബ്രഹ്മൻ ഹേ ബ്രഹ്മജ്ഞാനിയായിട്ടുള്ള താപസശ്രേഷ്ഠ ഭവാൻ അങ്ങുന്ന് തൽ ക്ഷന്തുമർഹതി അതിന് എന്നോട് ക്ഷമിക്കണം എന്ന് പറയുകയാണ്. അതായത് ദോഷം ഒന്നുമില്ലാത്തവളും പതിവ്രതയുമാണെങ്കിലും ഈ സീതയെ ലോകാപവാദ ഭയം കൊണ്ടാണ് ഞാൻ പരിത്യജിച്ചത്. ഹേ ബ്രഹ്മജ്ഞാനിയായിട്ടുള്ള മഹർഷേ, അങ്ങന്ന് ഞാൻ ചെയ്ത അപരാധത്തിനെ ക്ഷമിക്കണം എന്ന് പറഞ്ഞു. സേയം ലോകഭയാത് ബ്രഹ്മൻ അപാപാപി സതീ പുരാ സീതാ മയാ പരിത്യക്ത ഭവാം സ്ഥൽ ക്ഷന്തുമർഹതി. 31. മമൈവ ജാതൗ ജാനാമി പുത്രാവേതൗ കുശീലവൗ ശുദ്ധായാം ജഗതി മധ്യേ സീതായാം പ്രീതിരസ്തു മേ. ജഗതി മധ്യേ അതായത് ഈ ലോകത്തിൻ്റെ മധ്യത്തിൽ ശുദ്ധായാം സീതായാം ശുദ്ധയായ സീതയിൽ അല്ലെങ്കിൽ പരിശുദ്ധയായ സീതയിൽ മേ പ്രീതി അസ്തു എനിക്ക് പ്രീതി ഉണ്ടാവട്ടെ. ഏതൗ കുശലവോ ഈ കുശലവന്മാർ മേ ജാതൗ മമ ജാതൗ പുത്രൗ ഏവ എനിക്കുണ്ടായ പുത്രന്മാർ തന്നെയാണ്. ജാനാമി ഞാനതറിയുന്നു. ഈ ലോകത്തിൽ അന്ന് ഒരു ശപഥം ചെയ്ത് ലോകത്തിൽ ശപഥം കൊണ്ട് പരിശുദ്ധയാണെന്ന് സർവ്വജനങ്ങളാലും അറിയപ്പെട്ടിരിക്കുന്ന സീതയിൽ ഇതിനു മുമ്പ് ചെയ്തുല്ലോ എനിക്ക് പ്രീതി ഉണ്ടാവാൻ അങ്ങ് അനുഗ്രഹിക്കണം. ഈ കുശലവന്മാർ എൻ്റെ പുത്രന്മാരാണെന്ന് ഞാൻ അറിയുന്നു. അതായത് ഇപ്പോൾ എന്താ ഇതിൽ പറഞ്ഞ വെച്ചാൽ ഇനിയിപ്പോൾ ഇവിടെ ഒന്നും കൂടിയും പറഞ്ഞല്ലോ, സർവ്വജനങ്ങളുടെ സമക്ഷം സീത ശപഥം ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ശപഥം ചെയ്ത സീതയെ എനിക്ക് സ്നേഹപൂർവ്വം സ്വീകരിക്കാറാവണേ എന്ന് അങ്ങ് അനുഗ്രഹിക്കണം എന്ന് പറയുകയാണ്, വാൽമീകിയോട് പറയുകയാണ്. അപ്പം അതായത് ഒന്നും കൂടി ശപഥം ചെയ്യണം തന്നെയാണ് പറയണത്. ഇങ്ങനെ ശപഥം ചെയ്ത് എല്ലാ ലോകവരുടെയും കണ്ണിൽ പരിശുദ്ധയാണെന്ന് വിശ്വസിപ്പിച്ചതിന് ശേഷം എനിക്ക് സീതയെ സന്തോഷത്തോട് സ്വീകരിക്കാൻ സാധിക്കണമെന്ന് അങ്ങ് അനുഗ്രഹിക്കണം. ഈ കുശലവന്മാർ എൻ്റെ പുത്രന്മാരാണെന്ന് എനിക്ക് നല്ല മനസ്സിലായിരുന്നു, അതൊക്കെ ഞാൻ അറിയുന്നുണ്ടെന്ന്. എന്നാലും ലോകജനങ്ങളുടെ മുമ്പിൽ ലോകാപവാദം കൊണ്ടാണല്ലോ കളഞ്ഞത്. അപ്പോൾ
അവിടുത്തെ ജനങ്ങളുടെ മുമ്പിലൊന്ന് ശപഥം ചെയ്യണം എന്ന് പറയാണ്. മമൈവ ജാതൗ ജാനാമി പിത്രാവേദൗ കുശീലവൗ ശുദ്ധായാം ജഗതി മധ്യേ സീതായാം പ്രീതിരസ്തു മേ. 32. ദേവാഃ സർവേ പരിജ്ഞായ രാമാഭിപ്രായമുത്സുകാഃ ബ്രഹ്മാണമഗ്രത കൃത്വാ സമാജഗ്മുസഹസ്രശ. സർവേ ദേവാഃ, എല്ലാ ദേവന്മാരും രാമാഭിപ്രായം പരിജ്ഞായ, രാമൻ്റെ അഭിപ്രായത്തെ അറിഞ്ഞിട്ട് ഉത്സുക, സന്തോഷമുള്ളവരായിട്ട് ബ്രഹ്മാണം അഗ്രതഃ കൃത്വ, ബ്രഹ്മാവിനെ മുമ്പിലാക്കിയിട്ട് സഹസ്രശഃ സമാജഗ്മു. ഇത് കേട്ടപ്പോൾ, അതായത് എല്ലാ ദേവന്മാരും രാമൻ്റെ അഭിപ്രായം കേട്ടപ്പോൾ അറിഞ്ഞിട്ട് ഓക്കെ എന്നാൽ പിന്നെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി രാമനെ സ്വീകരിക്കാലോ എന്ന് വിചാരിച്ച് സന്തോഷിച്ചിട്ട് ബ്രഹ്മാവിനെയും കൂട്ടി അനേകായിരം ദേവന്മാരവിടെ എത്തിച്ചേർന്നു. ഈ ശപഥം കാണാനായിട്ട് ദേവന്മാർ ബ്രഹ്മാവിനെയും കൂട്ടി അവിടെ എത്തി. കാരണം അത് കഴിഞ്ഞാൽ പിന്നെ ശ്രീരാമൻ സീതയെ സ്വീകരിക്കുമല്ലോ, അപ്പം അത് കാണുമ്പോൾ സന്തോഷാർജിട്ട്. ദേവാഃ സർവേ പരിജ്ഞായ രാമാഭിപ്രായമുത്സുകാഃ ബ്രഹ്മാണമഗ്രത കൃത്വാ സമാജഗ്മുസഹസ്രശഃ. പ്രജാഃ സമാഗമൻ ഹൃഷ്ടാഃ സീതാ കൗശേയവാസിനി ഉദങ്മുഖീ ഹ്യഥോ ദൃഷ്ടിഃ പ്രാഞ്ജലിർവാക്യമബ്രവീത്. ഹൃഷ്ട പ്രജ, വളരെ സന്തോഷിച്ച പ്രജകളും സമാഗമൻ, അതായത് അവിടെ എത്തിച്ചേർന്ന കൗശേയവാസിനി, പട്ടുവസ്ത്രം ധരിച്ചവളും, ഉദങ്മുഖി, വടക്കോട്ട് നോക്കി നിൽക്കുന്നവളും, അധോദൃഷ്ടി, താഴത്തേക്കാണ് നോക്കണം, വടക്കോട്ട് തിരിഞ്ഞ് താഴത്തേക്ക് നോക്കി നിൽക്കുന്നവളും, പ്രാഞ്ജലി, കൈകൂപ്പിയവളുമായ സീത വാക്യം അബ്രവീത്, വാക്യത്തെ പറഞ്ഞു. അതായത് സീതയുടെ ശപഥം കാണാൻ എല്ലാ പ്രജകളും അവിടെ വന്ന് നിറഞ്ഞു. പട്ടുവസ്ത്രം ധരിച്ച് വടക്കോട്ട് തിരിഞ്ഞ് താഴത്തേക്ക് ദൃഷ്ടികൾ പതിപ്പിച്ച് രണ്ട് കൈയും കൂപ്പി നിൽക്കുന്ന സീത ഇപ്രകാരം പറഞ്ഞു. ഈ സീത പറയണതാണ് നമ്മൾ അടുത്തതിൽ കാണാൻ പോണത്. അടുത്ത ശ്ലോകത്തിൽ പ്രജാഃ സമാഗമൻ ഹൃഷ്ടാഃ സീതാ കൗശേയവാസിനി ഉദങ്മുഖി ഹ്യഥോ ദൃഷ്ടിഃ പ്രാഞ്ജലിർവാക്യം അബ്രവീത്. 34. രാമാദന്യം യഥാഹം വൈ മനസാപി ന ചിന്തയേ തഥാ മേ ധരണീ ദേവി വിവരം ദാതുമർഹതി. രാമാത് അന്യ, രാമനിൽ നിന്ന് അന്യനെ, അതായത് രാമനല്ലാതെ ഒരാളെ, മനസ അഭി, മനസ്സുകൊണ്ടുകൂടി, അഹം ഞാൻ, യഥാ ന ചിന്തയെ, ഞാൻ ഏതുവിധം ചിന്തിക്കുന്നില്ലയോ, തഥാ അപ്രകാരം, ധരണീദേവി, ഭൂമിദേവി, മേ എനിക്ക്, വിവരം, അതായത് എനിക്ക് കടക്കാനുള്ള ഒരു ദ്വാരം, അതായത് ഒരു വാതില്, ധാതുമർഹതി, ദാനം ചെയ്യുവാൻ അർഹിക്കുന്നു എന്ന്. പാവം, അത്രയ്ക്ക് വിഷമായി. രാമനെ അല്ലാതെ വേറൊരു പുരുഷനെ ഞാൻ മനസ്സുകൊണ്ടുകൂടി ചിന്തിക്കാതിരിക്കുന്നതിനെ അനുസരിച്ച് ഞാൻ ഒരിക്കലും മനസ്സുകൊണ്ടുകൂടി രാമനെ അല്ലാണ്ടൊരു സ്ത്രീയെ, ഒരു പുരുഷനെ സ്മരിച്ചിട്ടില്ല. അതുകൊണ്ട് അതിനെ അനുസരിച്ച് ഭൂമിദേവി എനിക്ക് കടക്കുവാനുള്ള ഒരു ദ്വാരത്തെ നൽകണം എന്ന് ഭൂമിദേവിയോടാ പറഞ്ഞ, താഴത്തേക്ക് നോക്കിയിട്ട്. ഞാൻ രാമനെ അല്ലാണ്ട് ഒരു അന്യപുരുഷനെ സ്മരിച്ചിട്ടില്ല എങ്കിൽ ഭൂമിദേവി എനിക്ക് മടങ്ങിപ്പോകാനുള്ള ദ്വാരം തുറന്നു തരൂ, ഭൂമി നിന്നാണല്ലോ വന്നത് എന്ന് പറഞ്ഞു സീത. രാമാധന്യം മടുത്തു സീതയ്ക്ക്, ഇനി പൂവന്നെയാണെന്ന്. അതായത് രണ്ടാമത്തെ പ്രാവശ്യമല്ലേ, രാമാധന്യം യഥാഹം വൈ മനസാപി ന ചിന്തയേ തഥാ മേ ധരണീ ദേവി വിവരം ദാതുമർഹതി. 35. തഥാ ശപന്ത്യാഃ സീതായാഃ പ്രാദുരാസീൻ മഹാദ്ഭുതം ഭൂതലാ ദിവ്യമത്യർത്ഥം സിംഹാസനമനുത്തമം നാഗേന്ദ്രൈർധ്രിയമാണം ച ദിവ്യദേഹൈരഭിപ്രഭം. തഥാ ശപന്ത്യാഃ സീതായാഃ, അപ്രകാരം ശപഥം ചെയ്യുന്ന സീതയുടെ മുമ്പിൽ, അതായത് ഞാൻ അന്യപുരുഷനെ മനസ്സുകൊണ്ടുപോലും സ്മരിച്ചിട്ടില്ല എന്ന് ശപഥം ചെയ്യുന്ന സീതയുടെ മുമ്പിൽ മഹാത്ഭുതം പ്രാദുരാസിത്, മഹത്തായിട്ടൊരു അത്ഭുതം ഉണ്ടായി. ദിവ്യദേഹൈഹി, ദിവ്യമായ ദേഹത്തോടു കൂടിയ, നാഗേന്ദ്രൈഹി, വലിയ ആനകളാൽ,
അത്യർത്ഥം ദിവ്യം, ഏറ്റവും ദിവ്യവും ധ്രിയമാണം, ധരിക്കപ്പെടുന്നതും രവിപ്രഭം, സൂര്യൻ്റെ അത്ര പ്രകാശത്തോടു കൂടിയതും അനുത്തമം, അത്യന്തം ഉത്തമവുമായ സിംഹാസനം ഭൂതലാത് ഉത്ഥിത, ഭൂതലത്തിൽ നിന്നുണ്ടായി എന്ന്. ഇതങ്ങട് സീത ഈ ശപഥം അങ്ങോട്ട് ചെയ്തു. ഞാൻ അന്യപുരുഷനെ മനസ്സുകൊണ്ടും രാമനല്ലാതെ അന്യപുരുഷനെ മനസ്സുകൊണ്ട് പോലും സ്മരിച്ചിട്ടില്ല എന്നങ്ങനെ ശപഥം ചെയ്തപ്പോൾ സീതയുടെ മുമ്പിൽ അത്യത്ഭുതമായിട്ടൊരു സംഭവം ഉണ്ടായി. ദേവലോകത്തിലുള്ള ആനകളാൽ ഗജങ്ങളാൽ വഹിക്കപ്പെടുന്ന, അതായത് സൂര്യൻ്റെ പ്രഭയുള്ള ഒരു അതിശ്രേഷ്ഠമായിട്ടുള്ള സിംഹാസനം ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് വന്നു, ഉണ്ടായി. ഭൂമിയിൽ നിന്ന് നല്ലൊരു സിംഹാസനം. അതായത് ആരാ കൊണ്ടുവരണറിയോ? ദേവലോകത്തെ ഗജങ്ങൾ. അങ്ങനെ തഥാ ശപന്ത്യാഹ സീതായാം പ്രാദുരാസീൻ മഹാത്ഭുതം ഭൂതലാത് ഭൂമിയിൽ നിന്ന് ദിവ്യമത്യർത്ഥം സിംഹാസനമനുത്തമം നാഗേന്ദ്രൈർധ്രിയമാണം. ആനകളാ കൊണ്ടുവരണ ദിവ്യ ഗജങ്ങൾ ദിവ്യദേഹൈരവിപ്രഭം. എന്നിട്ടോ ഭൂദേവി ജാനകീം ദോർഭ്യാം ഗൃഹീത്വാ സ്നേഹസംയുത സ്വാഗതം താമുവാചൈനാമാസനേ സന്യവേശയത്. സ്നേഹസംയുത ഭൂദേവി, സ്നേഹത്തോടു കൂടിയിട്ടുള്ള ഭൂമിദേവി അമ്മയാണല്ലോ സീതയുടെ. ദോർഭ്യാം, 2 കൈകൾ കൊണ്ട് ജാനകീം ഗൃഹീത്വ, ജാനകിയെ സ്വീകരിച്ചിട്ട് അല്ലെങ്കിൽ പിടിച്ചിട്ട്, ജാനകിയുടെ കൈ 2 കൈ കൊണ്ട് പിടിച്ചിട്ട്, താം ഏനാം ആ ഇവളോട് സ്വാഗതം ഉവാച, സ്വാഗതം പറഞ്ഞു. ആസനെ, എന്നിട്ട് കൊണ്ടുവന്ന സിംഹാസനം ഉണ്ടല്ലോ, ആനകൾ കൊണ്ടുവന്ന സിംഹാസനത്തിൽ സന്നിവേശയത്, ഇരുത്തി. വളരെ സ്നേഹത്തോടു കൂടിയിട്ടും ദിവ്യദേഹം ധരിച്ചു വന്നിരിക്കുന്നവളുമായ ആര്? സീതയുടെ അമ്മയായിട്ടുള്ള ഭൂമിദേവി സീതയെ 2 കൈകൾ കൊണ്ടും താങ്ങിയെടുത്ത് സ്വാഗതം പറഞ്ഞ് ആ പൊന്തി വന്ന സിംഹാസനത്തിൽ ഇരുത്തി. ഭൂദേവി ജാനകീം ദോർഭ്യാം ഗൃഹീത്വാ സ്നേഹസംയുത സ്വാഗതം താം ഉവാചൈനാമാസനേ സന്യവേശയത്. 37 സിംഹാസനസ്ഥാം വൈദേഹീം പ്രവിശന്തീം രസാതലം നിരന്തരാ പുഷ്പവൃഷ്ടിർ ദിവ്യാ സീതാമവാകിരത്. സിംഹാസനസ്ഥാം, സിംഹാസനത്തിൽ ഇരിക്കുന്നവളും രസാതലം പ്രവിശന്തിം, രസാതലത്തേക്ക് പ്രവേശിക്കുന്നവളുമായ ഭൂമിയുടെ അടിയിലേക്ക് വൈദേഹീം സീതാം, വിദേഹരാജപുത്രിയായിട്ടുള്ള ഈ സീതയെ നിരന്തര ഇടപെടാതെയുള്ള ദിവ്യ പുഷ്പവൃഷ്ടി, ദിവ്യമായ പുഷ്പവർഷം അവാകിരത്, അല്ല പുഷ്പവൃഷ്ടി ഉണ്ടായി മുകളിൽ നിന്ന്. എന്താ അറിയോ? സിംഹാസനത്തിൽ ഇരുന്നിട്ട് ആ താഴത്തേക്ക് രസാതലത്തിലേക്ക് പോകുന്ന ആ സീതയുടെ മീതെ ദിവ്യമായ പുഷ്പവൃഷ്ടി നിരന്തരമായി ഉണ്ടായി. പുഷ്പവൃഷ്ടി സീത അപ്രത്യക്ഷമാവുന്നവരെ. സിംഹാസനസ്ഥാം വൈദേഹീം പ്രവിശന്തീം രസാതലം നിരന്തരാ പുഷ്പവൃഷ്ടിർ ദിവ്യ സീതാം അവാകിരത്. 38 സാധുവാദശ്ച സുമഹാൻ ദേവാനാം പരമാത്ഭുതം ഊജുശ്ച ബഹുധാ വാചോ ഹ്യന്തരീക്ഷഹതാഹ സുരാഹ. ദേവാനാം, ദേവന്മാരുടെ പരമാത്ഭുത, അത്യന്താത്ഭുതമായി എല്ലാവർക്കും. മഹാൻ സാധുവാദ, മഹത്തായ സാധുവാദം. അന്തരീക്ഷഗതാഹ സുരാഹ, ആകാശത്തിൽ സഞ്ചരിക്കുന്ന ദേവന്മാർ. ബഹുധാ വാച, ബഹുപ്രകാരത്തിലുള്ള വാക്കുകളെ ഊജു പറയുകയും ചെയ്തു. അതായത് ദേവന്മാരുടെ ഈ മഹത്തായിട്ടുള്ള ഈ ഒരു അവരൊക്കെ ഒരുമാതിരി സീതയുടെ കുറ്റല്ല എന്ന് പറയാണ്. ദേവന്മാരുടെ ആ സീതയുടെ കുറ്റല്ല എന്ന് പറയുന്നത് അത്യത്ഭുതം സൂചിപ്പിക്കുന്ന വിധത്തിലായിരുന്നു. ആകാശത്തു കൂടെ പോണ ദേവന്മാരൊക്കെ ബഹുവിധത്തിലുള്ള വാക്കുകളെ ഉച്ചരിച്ചു എന്ന് പറഞ്ഞ് നമുക്കിന്ന് നിർത്താം. 38 കഴിഞ്ഞിട്ട് സാധുവാദശ്ച സുമഹാൻ ദേവാനാം പരമാത്ഭുത ഊജുശ്ച ബഹുധാ വാചോ ഹ്യന്തരീക്ഷഹതാഹ സുരാഹ. അപ്പോൾ എല്ലാവർക്കും അത്ഭുതമായി. പിന്നെ ഇത് കണ്ടിട്ട് ആകാശത്തിലുള്ള ദേവന്മാരൊക്കെ പലതരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അന്യോന്യം പറഞ്ഞു എന്ന് പറഞ്ഞ് നമുക്കിവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഗുരുവായൂരപ്പ ശരണം.